നമ്മൾ വിചാരിക്കാത്തതൊക്കെയാണല്ലേ നമ്മളെ ജീവിതത്തിൽ നടക്കുന്നത്. അതേപോലത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഞങ്ങളെല്ലാരും കൂടെ എന്റെ ചെറിയ മാമനെ കാണാൻ വേണ്ടി പോവാണ്. മാമന്റെ കാലിന്റെ വിരലിന്റെ എല്ല് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു, വിരലിന്റെ. അപ്പം കുറെ ദിവസമായി കുഞ്ഞുമോളെ ഈ എന്താ മാമനെ കാണാൻ വരത്തേന്ന് ചോദിക്കുന്നു. അപ്പൊ ഇന്ന് എന്തായാലും പോവാന്ന് വിചാരിച്ച് പൊന്നും ഗീതുട്ടി മിന്നുട്ടി ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ കുട്ടാപ്പ് ആദ്യം കൊണ്ടാക്കി, പിന്നീട് ഞങ്ങളെ കൊണ്ടാക്കാട്ടോ ചെയ്തത്. അങ്ങനെ ബേക്കറിയിൽ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ മാമന്റെ വീട്ടിലേക്ക് പോവാട്ടോ. ഇത് ഇന്നെന്ന് പറയുന്നത് നമ്മുടെ ഡിസംബർ 2025 30-ാം തീയതിയാണ്. അപ്പം ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ഇത് ഞങ്ങളുടെ മാമന്റെ കൂടെയുള്ള ലാസ്റ്റ് ഒരു മൊമെന്റ് ആണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല കേട്ടോ. ഈ വീഡിയോ എടുത്തതുകൊണ്ട് ഈ ഒരു കാര്യമൊക്കെ നല്ല ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടെന്നാട്ടെ വിചാരിച്ചത്. പിന്നെ എന്റെ മാമന്റെ ഓർമ്മയായിട്ട് ഇതിങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞങ്ങള് ചെന്നപാടന്നെ അമ്മായി അവിടെ ഇല്ലായിരുന്നു, അമ്മായി അംഗനവാടിയിലായാണ്, അപ്പൊ ജോലിക്ക് പോയതാണ്. ഞങ്ങൾ ചെന്ന പാടന്നെ ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി, ഞാനും മാമനും ഞങ്ങൾ എല്ലാരും കൂടി ചായയൊക്കെ കുടിച്ച് പൊടിയൊക്കെ പറിച്ച് നല്ല ഹാപ്പി ആയിട്ടാട്ടോ നിന്നത്. അതായത് ഡിസംബർ 31 ഉച്ചയ്ക്ക് ശേഷം എന്റെ മാമ മരിക്കുകയായിട്ടാ ചെയ്തത്. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. ആള് കസേരയില് നന്നായി ജോലി കഴിഞ്ഞ് വരുമ്പം കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്, ഒരു ബോധവും ഇല്ലാതെ. അപ്പൊ അമ്മായി വന്ന് വിളിക്കുകയും വെള്ളം കൊടയൊക്കെ ചെയ്തിട്ടും മാമ മിണ്ടാഞ്ഞപ്പോ ആർത്ത് കരഞ്ഞ ആൾക്കാരൊക്കെ കൂടി ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിട്ടുണ്ടായത്. ഇവിടുന്ന് പോകുമ്പോഴേ മാമ മരിച്ചിട്ടുണ്ടാന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുള്ളൊരു ഒരു കാര്യം തന്നെയാണ് മാമെന്ന് പറയുമ്പം. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് കേട്ടോ. ഭയങ്കര എങ്ങനെ പറയണ്ട എനിക്കറിയില്ല, ഒരുപാട് ഇഷ്ടമാണ് മാമനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരാ നഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്റെ കയ്യിൽ നിന്ന് എന്റെ മാമന്റെ ഓർമ്മകളൊക്കെ വീഡിയോസൊക്കെ മിസ്സായി പോവുകയാണെങ്കിൽ തന്നെ ഇതിലൂടെങ്കിലും കാണാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പുളിയൊക്കെ പറിച്ച് കഴിക്കുകയും അങ്ങനെ മാമനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മാമൻ പറയുന്നുണ്ട്, എന്നെ വീഡിയോ എടുക്കല്ലടി, ഞാൻ ഷർട്ടും ഇട്ടിട്ടില്ല എന്ന്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കപ്പോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ എന്റെ മാമനെ നമുക്ക് വീണ്ടും വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ കാണാമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറെ നേരം മാമൻ എനിക്ക് ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പം അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ നാൽപ്പാമരത്തിന്റെ തയ്യും അതൊക്കെ പറഞ്ഞ് എന്റെ മാമ അത് തരികയായിട്ട് ചെയ്തത്. അന്ന് എനിക്കറിയില്ല, എന്റെ മനസ്സിൽ അവിടുന്ന് പോരുമ്പോ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പോരാൻ തോന്നായും